റീസെന്റ് കന്നഡയിൽ നിന്ന് റിലീസായ ഏറ്റവും പുതിയ വെബ് സീരീസ് ആണ് ഏകം. ഈ ഒരു സീരീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ രക്ഷിക് ഷെട്ടിയാണ്. ആൻഡ് സീരീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സീരീസ് ആണ്. 7 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആന്തോളജി സീരീസ് വേണമെങ്കിൽ പറയാം. നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്റ്റോറിയും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങും ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെയാണ്. നമ്മൾ അധികം ഒന്നും ഇങ്ങനത്തെ സ്റ്റോറീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തീംസ് ഒന്നും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റെ സീരീസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 7 സ്റ്റോറീസ് നടക്കുന്ന കോസ്റ്റൽ കർണാടക റീജിയനിലാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു സീരീസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 7 ഡിഫറെന്റ് സ്റ്റൈൽസ് ആണ്. ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ട്, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള, സോ അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആ 7 സ്റ്റോറീസും വളരെ നൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 7 എപ്പിസോഡിൽ കണ്ടത് വെച്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി കിടിലമെന്ന് എനിക്ക് തോന്നിയത് പ്രകാശ് രാജിനെയാണ്. കാരണം അതൊരു വേറെ ലെവൽ ഫൈറ്റ് ആയിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല. കാരണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നൈസ് ആയിട്ടൊക്കെ പോയി. പിന്നീട് ആ ഒരു തീമോ അല്ലെങ്കിൽ ആ ഒരു എൻ്റെ എപ്പിസോഡിന്റെ ആ ഒരു പ്രസന്റേഷൻ ഒക്കെ വേറെ ലെവലായിരുന്നു. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, കിടിലായിരുന്നു. ബാക്കിയുള്ള എല്ലാ എപ്പിസോഡും നൈസ് ആണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അത്ര കിടിലായിട്ടാണ് അവർ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻ്റെ സീരീസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. മലയാളത്തിന് കുറച്ച് പേരുണ്ട്, നമ്മൾ ഒരുപാട് കന്നഡ മൂവ്സിലൊക്കെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ രാജ്ബി ഷെട്ടി ഉണ്ട്, പ്രകാശ് രാജ് ആയാലും, സോ അങ്ങനത്തെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ആൻഡ് എല്ലാവരുടെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ കിടിലാണ്. അവരുടെ ക്യാരക്ടർ എന്താണോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിക്ക് അവരുടെ ക്യാരക്ടർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ കൺവേ ചെയ്യാം അല്ലെങ്കിൽ കാണുന്ന ഓരോ ഓഡിയൻസിനും അത് എങ്ങനെ വർക്ക് ചെയ്യാം, അതൊക്കെ അടിപൊളിയായിട്ട് വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും അത്ര കിടിലായിട്ടും നൈസായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ആന്തോളജി സീരീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സീരീസ് ആണ്. ആ ഒരു ഡാർക്ക് തീം മാത്രമല്ല, ഫീൽ ഗുഡും റൊമാൻറ്റിക്കും എല്ലാം വരുന്നുണ്ട്. ഒരു മിക്സ് ഓഫ് സ്റ്റോറീസ് ആണ്. 7 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. ആകെ എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് ഒക്കെ ഉള്ളൂ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്താണോ അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ എന്താണോ അതിന്റെ കണ്ടന്റ്, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല ചുമ്മാ വലിച്ചു നീട്ടി ലാഗും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഈ ഒരു സീരീസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു സീരീസ് വേറെ OTT പ്ലാറ്റ്ഫോമിലും കിട്ടത്തില്ല. ഇവിടെ വെബ്സൈറ്റിലാണ്. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് 149 ആണ്. ഇൻക്ലൂഡിംഗ് GST വരുമ്പോൾ 175 എന്താണ്. ഈ ഒരു പാക്കേജ് ഈ ഒരു പ്രൈസിന് അടിപൊളിയാണ്. കാരണം ഈ ഒരു പ്രൈസിന് ഈ ഒരു 7 എപ്പിസോഡ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന. ഈ ഒരു 7 എപ്പിസോഡിന്റെ ഒരു 7 പ്രൊലോഗ് കിട്ടും. പിന്നെ ഈ ഒരു മേക്കിങ്ങിന്റെ ഒരു ഡോക്യുമെന്ററി വീഡിയോ ഒരു 4 എപ്പിസോഡുള്ള അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈ ഒരു സീരീസിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ചാറ്റിനും കോൾസിനൊക്കെ നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടും. സോ ഫിലിം സീരീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് പാഷനായിട്ട് നടക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ ഒരു പാക്കേജ് അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ ഒരു 7 എപ്പിസോഡ് കണ്ടിട്ട് ഈ ഒരു 7 എപ്പിസോഡ് എങ്ങനെ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈൻ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്ത്, അങ്ങനത്തെ ഒരു ഫുൾ പാക്കേജ് നമുക്ക് ഈ ഒരു എൻ്റെ 7 എപ്പിസോഡ് ഇവർ എങ്ങനെ A to Z എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, സ്റ്റാർട്ടിംഗ് ടു എന്തൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു, ആ ഓരോ സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ ഓരോ സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പാക്കേജ് അടിപൊളിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കെന്നൊക്കെ പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ സീരീസോ സിനിമയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് പോലെ നമുക്ക് ഇതിലൂടെ ഉണ്ട്. ഈച്ച് ആൻഡ് എവരി കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കേജ് അടിപൊളിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.